നമസ്കാരം, അതിവേഗ വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതര വീഴ്ച. പാത്തോളജി ലാബിലേക്ക് അയച്ച ശരീരഭാഗങ്ങൾ ആക്രിക്കാരൻ എടുത്തു. ആക്രിക്കാരൻ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് പാഴ്വസ്തു എന്ന് കരുതിയെന്ന് ആക്രിക്കാരന്റെ മൊഴി. കൊച്ചി കായലിൽ മുങ്ങിക്കപ്പലും കോസ്റ്റ് ഗാർഡ് കപ്പലും മുഖാമുഖം. ആണവ മുങ്ങിക്കപ്പലും കോസ്റ്റ് ഗാർഡിന്റെ നിരീക്ഷണ കപ്പലുമാണ് നേർക്കുനേർ വന്നത്. ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന്. കളമശ്ശേരി പോളിടെക്നിക്കിലേക്ക് ലഹരി എത്തിച്ച 2 പൂർവ്വ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖിനെയും സുഹൃത്ത് ഷാരിഖിനെയുമാണ് പോലീസ് ഇന്ന് രാവിലെ പിടികൂടിയത്. ഇന്നലെ അറസ്റ്റിലായ വിദ്യാർത്ഥികളുടെ മൊഴിയിൽ നിന്നാണ് പൂർവ്വ വിദ്യാർത്ഥികൾക്കെതിരായ തെളിവുകൾ ലഭിച്ചത്. പോളിടെക്നിക്കിലെ ലഹരി വ്യാപനം ചൂണ്ടിക്കാട്ടി പ്രിൻസിപ്പൽ പോലീസിന് നൽകിയ കത്തും പുറത്തുവന്നു. അതേസമയം കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് കേസിൽ പ്രതിയായ അഭിരാജിനെ SFIയിൽ നിന്നും പുറത്താക്കി. കൊച്ചി കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച പൂർവ്വ വിദ്യാർത്ഥിയും മുഖ്യപ്രതിയുമായ ഷാലിഖ് 2023 KSU മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്ന ചിത്രം പുറത്തുവിട്ട് SFI മുൻ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ. കളമശ്ശേരി പോളിയയിലേക്ക് കഞ്ചാവ് എത്തിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ ഇന്ന് അന്വേഷണ സംഘം പൊക്കിയിട്ടുണ്ടെന്നും കേരളത്തിലെ മാപ്രകൾ രാഷ്ട്രീയം തിരയാൽ ഏറെക്കുറെ അവസാനിപ്പിച്ച മട്ടാണെന്നും ആർഷോ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. നിലവിലെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും പച്ച നുണയാണ് പറയുന്നതെന്നും ആർഷോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു. കളമശ്ശേരി പോളിടെക്നിക് ലഹരി കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും SFIക്കുമെതിരെ കടുത്ത വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. SFI എന്ന സംഘടനയെ പിരിച്ചുവിടണമെന്നും കേരളത്തിൽ ലഹരി വ്യാപനമാകുന്നതിന്റെ പ്രധാന കാരണം SFIയിൽ ഉള്ളവരാണെന്നും ചെന്നിത്തല ആരോപിച്ചു. 9 വർഷം ഭരിച്ച മുഖ്യമന്ത്രിക്ക് മയക്കുമരുന്നിനെതിരെ ഒന്നും ചെയ്യാനില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്ത് ലഹരി വരുന്നതിന്റെ ഉറവിടം കണ്ടെത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംസ്ഥാനത്തെ ലഹരി മാഫിയയുടെ ഭാഗമായി SFI നേതാക്കൾ പ്രവർത്തിക്കുകയാണ്. SFI നേതാക്കൾ പിടിയിലാകുന്നത് ആദ്യമല്ലെന്നും ഇത്തരം കേസുകളിൽ പ്രതികൾക്ക് CPM രാഷ്ട്രീയ സംരക്ഷണം നൽകുന്നുണ്ടെന്നും സതീശൻ പറഞ്ഞു. SFI കേരള സമൂഹത്തിൽ പടർന്നു പിടിച്ച മാരക വൈറസാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. നാട്ടിൽ ലഹരി പടർത്തുന്നത് ഈ സംഘടനയാണെന്നും ഇവിടെ മാരക ലഹരി പിടികൂടിയാലും അതിൽ SFIക്കാരും SDPIക്കാരുമുണ്ട്. CPM SFIയെ പിരിച്ചുവിടണമെന്നും K സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. നെഗറ്റിവിറ്റിയിൽ താൽപര്യമുള്ള ഒരു സമൂഹം കേരളത്തിലുണ്ടെന്ന് വ്യവസായ മന്ത്രി P രാജീവ്. ലഹരി പ്രശ്നമായതിനു പിന്നാലെ കഞ്ചാവ് സ്റ്റാർട്ടപ്പ് തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പുറത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് വില്ലേജ് ഉണ്ടായിട്ട് അതിനെക്കുറിച്ച് പോസ്റ്റ് ഇടാത്തവരാണ് ഇങ്ങനെ പറയുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇടുക്കിയിലെ കയ്യേറ്റങ്ങൾ ഒഴിവാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. കയ്യേറ്റങ്ങൾക്കെതിരായ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയാണ് ചൊക്രാമുടിയിലേത്. കുറ്റക്കാർ ആരാണെങ്കിലും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇതിനായി പ്രത്യേക ടീമിനെ നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ലവ് ജിഹാദ് പരാമർശത്തിൽ BJP നേതാവ് PC ജോർജിനെതിരെ കേസെടുക്കില്ല. കേസെടുക്കേണ്ടതില്ലെന്ന് പോലീസ് നിയമോപദേശം ലഭിച്ചു. പ്രസംഗത്തിൽ ജോർജിനെതിരായ കേസ് എടുക്കേണ്ടതായി ഒന്നുമില്ലെന്നാണ് നിയമോപദേശം. എന്നാൽ പരാതിയിൽ വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനം. പാലായിലെ ലഹരി വിരുദ്ധ സെമിനാറിലായിരുന്നു മീനച്ചിൽ താലൂക്കിൽ മാത്രം 400 പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടമായെന്ന പരാമർശം നടത്തിയത്. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ വന്യജീവികളെ വെടിവെച്ചു കൊല്ലുന്നത് ശരിയല്ലെന്ന് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് അധികൃതർക്ക് ബോധ്യമായെന്ന് വനം വകുപ്പ് മന്ത്രി K ശശീന്ദ്രൻ. ഇക്കാര്യത്തിൽ നിയമവഴി തേടിയ ചക്കിട്ടപ്പാറ പഞ്ചായത്തിന്റെ നടപടി സ്വാഗതാർഹമാണ്. കോടതിയെ സമീപിച്ചതിനാൽ പഞ്ചായത്തിനൊപ്പം സർക്കാരും നിൽക്കും. ഇടുക്കി വണ്ടിപ്പെരിയാറിലെ കടുവയ്ക്ക് അവശത കാരണം കൂടുവെച്ച സ്ഥലത്തേക്ക് എത്താനാവുന്നില്ല. അതിനെ പിടികൂടിയാൽ ഉടൻ ചികിത്സ ഉറപ്പാക്കുമെന്നും മന്ത്രി കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മെയിൽ നഴ്സിന് രോഗിയുടെ കൂട്ടിരിപ്പുകാരുടെ മർദ്ദനമേറ്റത് നഴ്സിംഗ് ഓഫീസർ ജഗീൽ ചന്ദ്രന്. മർദ്ദനം കൂടുതൽ പേർ നിൽക്കുന്നത് ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞത് പ്രതിഷേധവുമായി ഗവൺമെന്റ് നഴ്സ് യൂണിയൻ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ
ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരം ഇന്ന് 34ാം ദിവസം. തിങ്കളാഴ്ചയാണ് ആശമാർ സെക്രട്ടേറിയറ്റിന് ഉപരോധം സംഘടിപ്പിക്കുക. ഉപരോധ സമരത്തിൽ നിന്ന് പിന്മാറാൻ ആശമാരെ CPM ഭീഷണിപ്പെടുത്തുന്നെന്നും ശത്രുതാപരമായ മനോഭാവമാണ് സർക്കാർ ആശാപ്രവർത്തകരോട് സ്വീകരിക്കുന്നതെന്നും സമരക്കാർ. വീണ്ടും ഒരു ചർച്ചയ്ക്ക് സർക്കാർ വിളിക്കുമെന്ന പ്രതീക്ഷ മുൻനിർത്തിയാണ് ആശാപ്രവർത്തകർ സമരം തുടരുന്നത്. കൊല്ലം കടക്കൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ CPM ഗാനവും കൊടിയും ഉപയോഗിച്ചതിനെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും സംഭവിച്ചത് ശരിയല്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. വിപ്ലവ ഗാനങ്ങൾ പാടിയത് ദേവസ്വം വിജിലൻസ് അന്വേഷിക്കും. ഉപദേശക സമിതിക്ക് പിഴ സംഭവിച്ചെന്ന് നോട്ടീസ് നൽകിയെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. സംസ്ഥാനത്തിന് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകൾക്ക് കഴിഞ്ഞ ദിവസം കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് നൽകിയിരുന്നു. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ലഹരിക്കെതിരായ ബോധവൽക്കരണം മദ്രസകൾ കേന്ദ്രീകരിച്ച് മാത്രം പോരെന്നും പറ്റാവുന്ന എല്ലായിടങ്ങളിലും നടത്തണമെന്നും മുസ്ലിം പണ്ഡിത സംഘടന സമസ്തയുടെ സെക്രട്ടറി MT അബ്ദുല്ല മുസ്ലിയാർ. ലഹരി വ്യാപനം ഉണ്ടാകുന്നത് സാഹചര്യം കൊണ്ടാണ്. സാഹചര്യം ശുദ്ധീകരിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. അറിവുണ്ടായി എന്നതുകൊണ്ട് മാത്രം ഒരാൾ നന്നാവണമെന്നില്ല. ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു ഇബ്ലീസ്, എന്നിട്ടും ആ ഇബ്ലീസ് പിഴച്ചു പോയില്ലേ എന്നും MT അബ്ദുല്ല മുസ്ലിയാർ പറഞ്ഞു. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനും കുറ്റകൃത്യങ്ങൾക്കുമെതിരെ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റി തൃശൂരിൽ ധർണ സംഘടിപ്പിക്കും. ഈ മാസം 17-ന് വൈകിട്ട് തൃശൂർ കോർപ്പറേഷന് മുന്നിലാണ് ധർണ സംഘടിപ്പിക്കുകയെന്ന് തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മയക്കുമരുന്ന് വ്യാപനം മൂലം കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളും കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നടപടി. തൃശൂർ കൊരട്ടി ചിറങ്ങരയിൽ പുലി ഇറങ്ങിയതായി സംശയം. ദേശീയപാതയിൽ നിന്ന് 300 മീറ്റർ അകലെ ജനവാസ മേഖലയിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ചിറങ്ങര സ്വദേശി ധനേഷിന്റെ വീട്ടിലാണ് പുലി എത്തിയതെന്നാണ് സംശയം. വളർത്തുനായെ ഒരു ജീവി പിടിച്ചു കൊണ്ടുപോകുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. തിരുവനന്തപുരം വിതുര മാങ്കാല ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. ഇന്നലെ രാത്രിയായിരുന്നു ഒറ്റയാൻ ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസവും മേഖലയിൽ ഒറ്റയാൻ എത്തിയിരുന്നു. 2 ആഴ്ച മുൻപ് ആന LP സ്കൂളിന്റെ മതിൽ തകർത്തു. മലയോര മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത് പതിവാണെന്നും വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാൻ ശ്രമം. കാലിന് പരിക്കേറ്റ കടുവ നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. കടുവയുടെ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ മയക്കുവെടി വെച്ച് പിടികൂടാനാകില്ലെന്ന് വെറ്റിനറി ഡോക്ടർമാർ വനം വകുപ്പ് അധികൃതരെ അറിയിച്ചു. കടുവയെ പിടികൂടാൻ സ്ഥാപിച്ചിട്ടുള്ള കൂടിന് 300 മീറ്റർ അടുത്താണ് കടുവയുള്ളത്. കൊല്ലം മഞ്ചലിൽ കോഴിക്കൂട്ടിൽ കയറിയ മൂർഖൻ പാമ്പിനെ പിടികൂടി. തമിഴ്നാട് സ്വദേശി മൂർത്തിയുടെ വീട്ടിലെ കോഴിക്കൂട്ടിലാണ് 12 വയസ്സ് പ്രായം വരുന്ന മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. വനപാലകർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി. കൊല്ലം കടക്കലിൽ ഇരുചക്ര വാഹനത്തിൽ കാട്ടുപന്നിയിടിച്ച് പരിക്കേറ്റയാൾ മരിച്ചു. കടക്കൽ ഇട്ടിവ സ്വദേശി ബാബുവാണ് മരിച്ചത്. ഈ മാസം 4-ന് രാത്രിയായിരുന്നു അപകടം. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ബാബുവിനെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചികിത്സയിൽ തുടരവേ ഇന്ന് പുലർച്ചെയോടെയായിരുന്നു മരണം. കോഴിക്കോട് കൊയിലാണ്ടി കോട്ടകോവിലകം ക്ഷേത്രത്തിൽ വെടിക്കെട്ടിനിടെ അപകടം. 2 പേർക്ക് പരിക്കേറ്റു. അഭിനന്ദ്, സംഗീത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. പരിക്കേറ്റവർ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. വെടിക്കെട്ടിനിടെ ദിശ മാറി പൊട്ടിയാണ് അപകടമുണ്ടായത്. തുടർന്ന് വെടിക്കെട്ട് കൊയിലാണ്ടി CI ഇടപെട്ട് നിർത്തിവെപ്പിച്ചു. മലപ്പുറം കരുവാരക്കുണ്ടിൽ വൻ ലഹരി വേട്ട. കാറിൽ സൂക്ഷിച്ച 4000-ഓളം പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 2 ലക്ഷം രൂപയിലധികം വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് കരുവാരക്കുണ്ട് പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ ഒളിവിൽ പോയ കാറുടമയ്ക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കണ്ണൂർ
ഉളിക്കൽ നുച്ചിയാട് വാടക വീടു കേന്ദ്രീകരിച്ച് MDMA വിൽപ്പന നടത്തിയ സംഘം പിടിയിൽ. നുച്ചിയാട് സ്വദേശി മുബഷീർ, കർണാടക സ്വദേശികളായ കോമള, അബ്ദുൾ ഹക്കീം എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്നും 5 ഗ്രാം MDMAയും പിടിച്ചെടുത്തു. ഉളിക്കൽ പോലീസും ഡാൻസ് ഓഫ് സ്ക്വാഡും സംയുക്തമായാണ് പ്രതികളെ പിടികൂടിയത്. മലപ്പുറം ചങ്ങരംകുളത്ത് 1.25 കിലോ കഞ്ചാവുമായി 3 പേർ പിടിയിൽ. ജിയാനൂർ സ്വദേശി സജിത്, പൊന്നാനി സ്വദേശി ഷെഫീഖ്, ആഷിഖ് എന്നിവരെയാണ് ചങ്ങരംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥികളാണ് ഇവരുടെ പ്രധാന ഇരകളെന്നും വിൽപ്പന സംഘത്തിൽ വിദ്യാർത്ഥികളുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ പിതാവിനെ മർദ്ദിച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ലഹരി വസ്തുക്കൾ നൽകുന്നതിനായി തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി വിവേകിന്റെ കൂട്ടാളികളുടെ വീട്ടിൽ പോലീസ് തിരച്ചിൽ. പരിശോധനയിൽ താന്യം സ്വദേശി രഞ്ജിത്തിന്റെ വീട്ടിൽ നിന്നും കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി. ഇരിങ്ങാലക്കുട DYSPയുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടത്തിയത്. മലപ്പുറം വളാഞ്ചേരിയിൽ വീണ്ടും മയക്കുമരുന്ന് വേട്ട. MDMAയുമായി മൂന്നാക്കൽ പള്ളി റോഡ് സ്വദേശി സുഹൈൽ പിടിയിൽ. 7 ഗ്രാം MDMAയുമായി വളാഞ്ചേരി പോലീസാണ് ഇയാളെ പിടികൂടിയത്. മലപ്പുറം മഞ്ചേരിയിൽ 9 ഗ്രാം മെത്താഫെറ്റമിനുമായി ഒരാൾ പിടിയിൽ. ഏറനാട് സ്വദേശി ശംസുദ്ദീനാണ് എക്സൈസിന്റെ പിടിയിലായത്. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി മഞ്ചേരി റേഞ്ച് എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. ഇയാളെ മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മലപ്പുറം വഴിക്കടവിൽ 600 ഗ്രാം കഞ്ചാവുമായി മൈസൂർ സ്വദേശി പിടിയിൽ. കെട്ടുങ്ങലയിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മുബാറക്കാണ് പിടിയിലായത്. മൈസൂരിൽ നിന്നും കൂടുതൽ അളവിൽ കഞ്ചാവ് ബസ് മാർഗം കൊണ്ടുവന്ന് വീട്ടിൽ സൂക്ഷിച്ച ശേഷം ചില്ലറ വിൽപ്പന നടത്തുകയാണ് ഇയാളുടെ രീതി. ഇടുക്കി ഉടുമ്പൻചോലയിൽ 2 ലിറ്റർ ചാരായവുമായി യുവാവ് പിടിയിൽ. കൂട്ടാർ സ്വദേശി അമൽ രാജനാണ് എക്സൈസിന്റെ പിടിയിലായത്. ഇയാൾ മറ്റൊരു കഞ്ചാവ് കേസിൽ പ്രതിയാണ്. ഇതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ചാരായ കേസിൽ അറസ്റ്റിലാകുന്നത്. പ്രതി തമിഴ്നാട്ടിലടക്കം കഞ്ചാവ് കേസിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ കുന്നംകുളം വലിയങ്ങാടിയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ ബിയർ കുപ്പി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഛത്തീസ്ഗഡ് സ്വദേശി പ്രഹ്ലാദനാണ് മർദ്ദനമേറ്റത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിൽ വാടക ക്വാർട്ടേഴ്സിൽ വെച്ച് ഏറ്റുമുട്ടുകയായിരുന്നു. സംഭവത്തിൽ ഒപ്പം താമസിക്കുന്ന ഛത്തീസ്ഗഡ് സ്വദേശികളായ രാജു കർസാൽ, രാമണൻ എന്നിവരെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൂടുതൽ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ ചാപ്പാറയിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. 42-കാരനായ മനോജിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. മുഖത്തും തലയിലും പരിക്കേറ്റ മനോജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തന്റെ ഭാര്യയുടെ ബന്ധുവായ നിക്സനാണ് ആക്രമിച്ചതെന്ന് മനോജ് പറഞ്ഞു. ജോലി നൽകാത്തതിലും പണം കടം നൽകാത്തതിലുമുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നും മനോജ്. കോഴിക്കോട് ചെക്കിയാട് 13-കാരൻ ഇന്നോവ ഓടിച്ച സംഭവത്തിൽ പിതാവിനെതിരെ കേസെടുത്ത് പോലീസ്. വളയം പോലീസാണ് കേസെടുത്തത്. വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. മലപ്പുറം പൊന്നാനിയിൽ കുറി നടത്തി നിക്ഷേപകരെ കബളിപ്പിച്ച് പണം തട്ടിയ സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മരക്കടവ് സ്വദേശി ദിൽഷാദ്, ചമ്രവട്ടം സ്വദേശി ഷിബിലി റഹ്മാൻ എന്നിവരാണ് പിടിയിലായത്. മത്സ്യബന്ധന മേഖലയിലും കച്ചവടക്കാരിൽ നിന്നും പണം സ്വീകരിച്ച് ആർഭാട ജീവിതം നയിക്കുകയായിരുന്നു ഇവർ. ബിസിനസ് നടത്തി നഷ്ടം വന്നതോടെ നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകാതെ കബളിപ്പിക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജുനൈദ് വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മലപ്പുറം വഴിക്കടവ് സ്വദേശിയായ ജുനൈദ് വെള്ളിയാഴ്ച രാത്രി മഞ്ചേരി മരത്താണിയിൽ വെച്ചാണ് അപകടത്തിൽപ്പെട്ടത്. റോഡരികിലെ മൺകൂനയിൽ തട്ടി ബൈക്ക് മറിഞ്ഞതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരും. ആലപ്പുഴ കായംകുളത്ത് ഗതാഗതം തടസ്സപ്പെടുത്തി നടുറോഡിൽ കൊലക്കേസ് പ്രതിയുടെ പിറന്നാൾ ആഘോഷം. ഗുണ്ടാ നേതാവ് വിധോബ ഫൈസലിന്റെ പിറന്നാൾ ആഘോഷമാണ് നടുറോഡിൽ നടന്നത്. പുതുപ്പള്ളി കൂട്ടം വാതിൽക്കൽ പാലത്തിൽ പരസ്യ മദ്യപാനം നടത്തിയായിരുന്നു പിറന്നാൾ ആഘോഷം. സംഭവത്തിൽ 11 പേരെ കായംകുളം പോലീസ് പിടികൂടി.
ഹോളി ആഘോഷത്തിനിടെ വടകരയിലെ ലോഡ്ജിൽ മലയാളികളും ഇതര സംസ്ഥാനക്കാരും തമ്മിൽ ഏറ്റുമുട്ടി. കൂട്ടത്തല്ലിൽ 5 പേർക്ക് പരിക്കേറ്റു. വടകര പ്ലാനറ്റ് ലോഡ്ജിലാണ് സംഭവം. ലോഡ്ജിലെ സ്ഥിര താമസക്കാർ തമ്മിൽ മദ്യലഹരിയിലുണ്ടായ വാക്തർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. പരിക്കേറ്റ 3 ഇതര സംസ്ഥാന തൊഴിലാളികളെയും 2 മലയാളികളെയും വടകര ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തിയായി മലപ്പുറം മുതൂർ കാവ്രപ്പ മാറത്ത് മനയിൽ KM അച്യുതൻ നമ്പൂതിരിയെ തിരഞ്ഞെടുത്തു. ഏപ്രിൽ 1 മുതൽ അടുത്ത 6 മാസത്തേക്കാണ് കാലാവധി. ക്ഷേത്രം തന്ത്രി PC ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ നറുക്കെടുപ്പിലൂടെയാണ് KM അച്യുതൻ നമ്പൂതിരിയെ നറുക്കെടുത്തത്. അതിവേഗ വാർത്തയിൽ ഇനിയൊരു ഇടവേള. അതിവേഗ വാർത്തകൾ തുടരുന്നു. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ കാണാതായ അമേരിക്കൻ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി തിരച്ചിൽ. ഡൊമിനിക്കൻ അധികൃതർ ഇന്റർപോളിന്റെ സഹായം തേടി. വിർജീനിയയിൽ നിന്നുള്ള സുദീക്ഷ കൊങ്കിണി സുഹൃത്തുക്കൾക്കൊപ്പം ഈ മാസം 3-നാണ് ഡൊമിനിക്കിലെത്തിയത്. വെള്ളിയാഴ്ച മുതലാണ് 20-കാരിയായ സുദീക്ഷയെ കാണാതായത്. ഹമാസിനെ പിന്തുണച്ചെന്നാരോപിച്ച് വിസ റദ്ദാക്കപ്പെട്ടതിനു പിന്നാലെ US-ൽ നിന്ന് സ്വയം നാടുകടന്ന ഇന്ത്യൻ വിദ്യാർത്ഥിനി. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണ വിദ്യാർത്ഥി രഞ്ജിനി ശ്രീനിവാസനാണ് കടുത്ത നടപടികൾക്ക് പിന്നാലെ രാജ്യം വിടാൻ നിർബന്ധിതയായത്. ഹമാസിന്റെ നയങ്ങളെ പിന്തുണച്ചതിനും പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായതും ആരോപിച്ചാണ് രഞ്ജിനിയുടെ വിസ US റദ്ദാക്കിയത്. അമേരിക്കയിൽ കോടികളുടെ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് നടത്തിയ കേസിൽ തിരുവനന്തപുരം വർക്കലയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത അലക്സേ ചിബസിവിക്കോവിനെ കേരള പോലീസ് CBIക്ക് കൈമാറി. വാറന്റ് പുറപ്പെടുവിച്ച ഡൽഹി പാട്യാല ഹൌസ് കോടതിയിൽ ഹാജരാക്കിയാണ് പ്രതിയെ കൈമാറിയത്. പോലീസിന്റെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷയിലാണ് പ്രതിയെ ഡൽഹിയിൽ എത്തിച്ചത്. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പ്രതിയെ ഇന്റർപോളിന് കൈമാറാനുള്ള നടപടികൾ CBI ഉടൻ തുടങ്ങും. കുടുംബത്തിനും പാർട്ടി പ്രവർത്തകർക്കുമൊപ്പം ഹോളി ആഘോഷിക്കുന്നതിനിടെ ഹരിയാനയിലെ BJP നേതാവ് സുരേന്ദ്ര ജവഹർ വെടിയേറ്റ് മരിച്ചു. ഭൂമി തർക്കത്തെ തുടർന്നുണ്ടായ പകയാണ് കൊലയിൽ കലാശിച്ചതെന്ന് പോലീസ്. പ്രതിയും സുരേന്ദ്ര ജവഹറും തമ്മിൽ ഭൂമിയെ ചൊല്ലി വാക്കുതർക്കം നടന്നിരുന്നു. തുടർന്ന് അക്രമാസക്തനായ പ്രതി ആഘോഷത്തിനിടയിലേക്ക് ഇരച്ചുകയറി വെടിയുതിർക്കുകയായിരുന്നു. വിവാദ നിയമ ഭേദഗതിയുമായി കർണാടക സർക്കാർ. 2 കോടി വരെയുള്ള സർക്കാർ കരാറുകളിൽ 4% മുസ്ലിം സംവരണം ഏർപ്പെടുത്തി. നിയമ ഭേദഗതിക്ക് മന്ത്രിസഭായോഗം അനുമതി നൽകി. ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള നീക്കമാണ് BJP. അമേരിക്കൻ മിസൈൽ ആക്രമണത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ കൊല്ലപ്പെട്ടു. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഇറാഖ് സിറിയൻ തലവൻ അബ്ദുള്ള മക്കി എന്ന അബു ഖാദിയയാണ് കൊല്ലപ്പെട്ടത്. ഇറാഖ് രഹസ്യാന്വേഷണ ഏജൻസിയുടെ സഹായത്തോടെയാണ് അമേരിക്ക അബ്ദുള്ള മക്കിയെ കൊലപ്പെടുത്തിയത്. ഇറാഖിലെ അർബൻ പ്രവിശ്യയിലാണ് വ്യോമാക്രമണം നടന്നത്. യുവതിയെ അടിമയാക്കി ജോലി ചെയ്യിപ്പിച്ചതിന് ഉഗാണ്ടൻ വംശജയായ UN ജഡ്ജി ലിഡിയ മുഖാംബെ കുറ്റക്കാരിയെന്ന് UK കോടതി. തന്റെ പദവി ദുരുപയോഗം ചെയ്ത് അനധികൃതമായി രാജ്യത്തേക്ക് യുവതിയെ കടത്തിക്കൊണ്ടുവരികയും ശമ്പളം നൽകാതെ അടിമയാക്കി വെക്കുകയും കുട്ടികളെ പരിപാലിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തെന്നാണ് പരാതി. ഓക്സ്ഫോർഡ് ക്രൗൺ കോടതിയിലാണ് ലിഡിയ കുറ്റക്കാരിയെന്ന് വിധിച്ചത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും മടങ്ങി വരവ് ഉടൻ. മടക്കിക്കൊണ്ടുവരുന്നതിനുള്ള സ്പേസ് എക്സ് ക്രൂ 10 വിക്ഷേപിച്ചു. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ഫാൽക്കൺ 9 റോക്കറ്റിലാണ് സ്പേസ് എക്സ് ക്രൂ 10 വിക്ഷേപിച്ചത്. പേടകത്തിലുള്ളത് 4 ബഹിരാകാശ സഞ്ചാരികൾ. സുരക്ഷ മുൻനിർത്തി 41 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്താൻ US ഭരണകൂടം തീരുമാനിച്ചതായി റിപ്പോർട്ട്. ഈ രാജ്യങ്ങളെ 3 ഗ്രൂപ്പുകളാക്കി തിരിച്ചായിരിക്കും വിലക്ക് ഏർപ്പെടുത്തുക. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യാത്രാവിലക്കുണ്ടെന്ന് റിപ്പോർട്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്താൻ പോകുന്ന യാത്രാവിലക്ക് US-ൽ പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെയും ദോഷകരമായി ബാധിക്കും. ട്രംപ്
ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ താരിഫ് വർധന ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപണിയെ ദോഷകരമായി ബാധിക്കുമെന്ന് മുന്നറിയിപ്പുമായി ഇലോൺ മസ്ക്. രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചതിനു പിന്നാലെ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള വാഹന നിർമ്മാതാക്കളായ ടെസ്ലയ്ക്ക് ലോകമെമ്പാടും വലിയ ഇടിവ് സംഭവിച്ചിരുന്നു. മസ്കിന്റെ ആസ്തിയിൽ $120 ബില്യൺ ഗണ്യമായ ഇടിവ് നേരിട്ടുവെന്നാണ് റിപ്പോർട്ട്. അതിവേഗ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.